എന്നത്തെയും പോലെ വെള്ളിയാഴ്ച നമ്മൾ ഉച്ചയ്ക്കാണ് എഴുന്നേറ്റത്. അപ്പം എൻ്റെ കെട്ടിയോൻ പറഞ്ഞു, അതെ എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ, നമുക്ക് ഫുഡ് എല്ലാം കഴിക്കാൻ പോവാന്ന്. അത് കേട്ട പാതി ഞാൻ ഡ്രസ്സ് മാറി ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ വന്നിരിക്കുന്നത് മത്താർ കദീമിലുള്ള ഷവായി ടൈമിലേക്കാണ് കേട്ടോ. അപ്പം എൻ്റെ കെട്ടിയോൻ പറഞ്ഞതാണ് ഇവിടെ നല്ല ഷവായിയാണ് കിട്ടുന്നത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോയി കഴിച്ചു നോക്കിയേക്കാം. എനിക്ക് ഷവായി നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, എന്താ രസം, പൊളി സാധനം. അപ്പോൾ പിന്നെ ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞ് സംഭവം സെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണത്തിലൊന്നും നിർത്താൻ പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ ഞങ്ങൾ ഒരു അൽഫാമും കൂടി പറഞ്ഞു. അതും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ വയർ സെറ്റാക്കിയിട്ട് നേരെ കോർണിഷിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള പ്ലാനിലാണ് നേരെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഖത്തർ നാഷണൽ മ്യൂസിയം. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ എന്തായാലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എന്ത് രസമായിട്ടാണല്ലേ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ, അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പൊ നമ്മള് നേരെ നമ്മുടെ പാർക്കിലേക്ക് പോവാണ്. പാർക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ദേ ഈ ഒരു സൈഡിൽ കാണുന്നത് നിറയെ ഫ്ലാഗുകൾ കണ്ടോ. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ വേൾഡിലുള്ള ഒട്ടുമിക്ക ഫ്ലാഗുകളും ഇവിടെ ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ മിയ പാർക്ക് ഉള്ളത്. നമ്മൾ ഇതിന് മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് മിയ പാർക്കിൽ പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുകൊണ്ട് ആ അറ്റത് കാണുന്നതുണ്ടല്ലോ, അതാണ് ഇസ്ലാമിക് ആർട്ട് ഓഫ് മ്യൂസിയം. നമുക്ക് ഒരു ദിവസം അവിടേക്ക് പോവാട്ടോ. നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് സൂക്കിന്റെ അടുത്തായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഒട്ടുമിക്ക ദിവസവും സൂക്കിലൊക്കെ വരുമായിരുന്നു. എത്ര പ്രാവശ്യം വന്നിട്ട് ഈ വഴി കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. എന്നാലും ഓരോ വട്ടം വരുമ്പോഴും ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൂക്ക് വാക്കിഫിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ പാർക്കിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാർക്കിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത ഷോർട്സിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.